ഹായ് പ്രിയമുള്ളവരെ, ജോസിയൻ ഗ്രീൻലോക്ക് സ്വാഗതം. ഇന്ന് ചെറുതേനീച്ചയെ പറ്റിയുള്ള ഒരു ക്ലാസ്സാണ്. 40 വർഷം ഗവേഷണം നടത്തിയ ഡോക്ടർ സാജൻ ജോസ്, അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹം ചെറുതേനീച്ചയെ പറ്റി നല്ല അറിവുകൾ ഇന്ന് പകരുന്നു. ആ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. പോകാം. കടിച്ച് കുറേ എണ്ണം നഷ്ടപ്പെടാനൊക്കെയുള്ള സാധ്യത. അപ്പോൾ ഒരു കാരണവശാലും ഞാൻ ഒരു സ്റ്റാൻഡിൽ ഒന്നിൽ കൂടുതൽ എല്ലാ സ്റ്റാൻഡും ഓരോന്നേ ഉള്ളൂ. ഞാൻ ഒരു സ്റ്റാൻഡ് 4 എനിക്ക് 100 പെട്ടിയുണ്ട്, അതിന് 100 സ്റ്റാൻഡ്. അതുപോലെ തന്നെ നമുക്ക് അതിന് വേറെ ഡിഫക്റ്റ് ഉണ്ട്. പലപ്പോഴും നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, 2 പെട്ടികൾ തമ്മിൽ നമ്മൾ ചേർത്ത് വെച്ചാൽ ആ ചേർത്ത് ചെയ്യുന്ന ഇടയ്ക്കെല്ലാം അതെല്ലാം 2 പെട്ടിയും കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കാണും. അപ്പൊ അത് മിക്സ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നത്തിന് കാരണം. മൂന്നാമത് ഞാൻ കണ്ടേക്കുന്നത്, നിങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2 പെട്ടി ഈച്ചയെ പിടിച്ച് നമ്മൾ 2 പെട്ടി ചേർത്ത് വെച്ചാൽ പിറ്റേ വർഷം നമ്മൾ തേനെടുക്കാൻ ചെല്ലുമ്പോൾ ഒരു പെട്ടിക്കകത്ത് നിറയെ മുട്ടയും തേനും ഉണ്ട്. അങ്ങനത്തെ പെട്ടിക്കകത്ത് ഒരൊറ്റ മുട്ടയും കാണില്ല, ഈച്ച റാണിയും കാണില്ല, പക്ഷെ നിറച്ച് തേങ്ങ. അനുഭവപ്പെട്ടിട്ടുണ്ടോ? എന്താ സംഭവിച്ചത്? അപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന അതിന്റെ റാണിയല്ലേ പോയത് അല്ല, അതിന് അങ്ങേപ്പുറത്ത് റാണി ഇവരങ്ങ് കയറി നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ഇവിടുത്തെ തേൻ അവരങ്ങോട്ട് അധിനിവേശമാണ്, അവരങ്ങോട്ട് കയറി കളയുന്നത്. ഇതൊക്കെ നമുക്ക് പറ്റുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അബദ്ധങ്ങളാണ്. സാറിപ്പോ ഞങ്ങളെപ്പോലെ അല്പം കൂടെ ഗവേഷണം നടത്തിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഗവേഷണത്തെക്കാൾ ഉപയോഗിച്ച് ഞാൻ പ്രായോഗികമായി കൃഷി ചെയ്തുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. ഗവേഷണം അതിന്റെ ഒരു വശത്ത് അങ്ങനെ പോയി, ഡോക്ടറേറ്റ് ഒരു വശത്തൊക്കെ പോയി. പക്ഷെ നമ്മൾ ഇന്നിപ്പോ ഞാൻ തേനീച്ച പറമ്പിൽ കയറി വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ തേനീച്ച നമ്മൾ വളർത്തുമ്പോൾ പ്രായോഗികമായി വരുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, അതിനൊരു ശാസ്ത്രീയമായ അടിസ്ഥാനം നമ്മൾ കണ്ടെത്തണം. 4 പെട്ടി വെച്ച് എളുപ്പമല്ലെന്നൊക്കെ ചോദിക്കും. ഒരു പെട്ടിയെ 4 വെക്കാൻ നോക്കും. 4 മൂല ഇങ്ങനെ തിരിച്ചിട്ട് ചതുരത്തിൽ പല നിറച്ചിട്ട് 4 ഡയറക്ഷനിൽ വാതിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ 4 പെട്ടിക്കകത്ത് 2 ഈച്ച. പിന്നെ നമുക്ക് കൈകാര്യം ചെയ്യുമ്പോൾ വലിയ പ്രശ്നമുണ്ട്. തമ്മിൽ ചേർന്ന് കടി വന്നു കഴിഞ്ഞാൽ ഉള്ള കൂടുതലെല്ലാം നഷ്ടം. നമുക്ക് അതുകൊണ്ടല്ലേ ആ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത്തിരി അകന്ന് നിൽക്കുമ്പോൾ തേന്റെ ലഭ്യത കൂടും. അതായത് തേൻ സ്റ്റാൻഡുകൾ എത്ര നമ്മൾ അകത്തി വെക്കുന്നു അത്രയും അതിന്റെ ടെറിട്ടോറിയൽ ഏരിയ കൂടിയില്ല. തമ്മിലുള്ള കോമ്പറ്റീഷൻ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു സൈറ്റ് എത്ര പെട്ടി വെക്കാറുണ്ട്? ഒരു ചെറുതേൻ പെട്ടി ഒരു 40 വരെയൊക്കെയാണ് ഐഡിയ. പക്ഷെ ഇവിടെ ഇപ്പൊ ഒരു 70 അത് നിർവാഹം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വെക്കുന്നു എന്നുള്ളൂ. ഒരു 20-30 എപ്പോഴും നല്ലത്. 30 നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് 10 കിലോയ്ക്ക് മേൽ തന്നെ ഉറപ്പായിട്ട് കിട്ടും. 60 വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 പെട്ടി. അപ്പൊ കാരണം ഇത് അധികം ദൂരം പോയി ഈ ചുരുങ്ങിയ ഒരു ചുറ്റളവിലാണ് ഈ എല്ലാ ഈച്ചയും പോണത്. അപ്പൊ അതിനനുസരിച്ചുള്ള പൂക്കൾ നമുക്ക് കൊടുക്കാനില്ല. അങ്ങനെ വരുമ്പോൾ അതിന് കോമ്പീറ്റ് ചെയ്യും. അവിടെ കോമ്പറ്റീഷൻ കൂടുമ്പോൾ ഫുഡ് കുറയും. ചിലപ്പോൾ കുറച്ച് കോളനി പോകാൻ കാരണമാവും. പിന്നെ ഇതിനെല്ലാം തമ്മിൽ വഴക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മത്സരം അവിടെ കൂടി വരും. മത്സരം ഒഴിവാക്കാൻ നമ്മൾ ഏറ്റവും കുറച്ച് കൂട് വെക്കുക എന്നുള്ളതാണ്. ഒരു 20 കൂടാണ് ഐഡിയ ഏറ്റവും നല്ലത് ഒരു സ്ഥലത്ത്. പിന്നെ നമുക്കൊരു 100 മീറ്റർ മാറിയിട്ട് അടുത്ത് വെക്കാം. കാരണം ഇതൊരു പരമാവധി ഒരു 200-300 മീറ്ററാണ് ഇതിന്റെ ആക്റ്റീവ് ഏരിയ. അതൊരു 800 മീറ്റർ വരെയൊക്കെ പോയി കണ്ടിട്ടുണ്ട്. എന്നാലും ഏറ്റവും ചെറുതേനീച്ച ഏറ്റവും ആക്റ്റീവായിട്ട് പോകുന്നത് 200 മീറ്റർ ചുറ്റളവിൽ. സീസണിലും ഓഫ് സീസണും ആയിട്ട് ദൂര വ്യത്യാസം ഉണ്ട്. തീറ്റ കിട്ടാതെ വരുന്നതോറും ദൂരേക്ക് പോകും. നമ്മള് തീറ്റ ഇവിടെ ഇല്ല എന്ന് വന്നാൽ, ഇപ്പൊ നിങ്ങൾ 200 മീറ്റർ അകത്ത് യാതൊരു സാധനം തിന്നാനില്ല എന്ന് വന്നാൽ പിന്നെ 200 മീറ്ററിന് അപ്പുറം പോയാൽ പറ്റും. വീഴ്ചക്ക് 200 മീറ്റർ ദൂരമുള്ളൂ പറയുന്നതിന് അർത്ഥമില്ല. അതിനപ്പുറത്തേക്ക് അതിന് തീറ്റ കിട്ടാനുള്ളത് അത് പട്ടിണിയാണ് പോകേണ്ടി വരുന്നത്. സാറേ, എന്റെ ഈ കോളനികളെ ഈ പ്രാവശ്യം കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുട്ട ധാരാളം ഉണ്ട്, തേനും ധാരാളം, പക്ഷെ ഈച്ച ധാരാളം അല്പം കുറവാണ്. അത് എല്ലായിടത്തും എനിക്കും തോന്നുന്നുണ്ട്. ഈ വർഷം ഈച്ച ഈച്ച പറക്കാനില്ല. നമുക്ക് പിരിച്ചു വെക്കാൻ പൂമ്പൊടിയുണ്ട്, തേനുണ്ട്, മുട്ടയുണ്ട്, എല്ലാം. അതിനകത്ത് സംഭവിച്ചിരിക്കാവുന്ന ഒരു കാരണം, നമ്മൾ ഈ എടുക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ തേനീച്ചപ്പെട്ടിയിൽ ഡിവിഷൻ നടന്നു പോയിട്ടുണ്ടാവാനുള്ള സാധ്യത, സെറ്റ് പിരിഞ്ഞിരിക്കാനുള്ള സാധ്യത. ഇപ്പൊ പല പെട്ടി ഈ വർഷം എനിക്കൊന്ന് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ തുറക്കുന്ന ഒരു പെട്ടിയിൽ തന്നെ ക്യൂൻ സെറ്റും കാണുന്നില്ല. ഞാൻ 10-15 പെട്ടി 1-2 ഇടുന്നത്. എല്ലാ വർഷവും അത് കൂടുതൽ കാണാറുണ്ട്. ഈ വർഷം അത് വളരെ കുറവേ കാണുന്നുള്ളൂ. അപ്പൊ ഒരു പക്ഷെ സീസണുമായി ബന്ധപ്പെട്ട് ചെറുതേനീച്ചയ്ക്ക് അത് നേരത്തെ പറ്റിയ ഒരു കാലഘട്ടം തോന്നിയപ്പോ അവർ ആ സമയത്ത് ഡിവിഷൻ നടന്നിട്ടുണ്ടാവും. ഇനി അതോ അവർക്ക് സീസൺ അല്പം മുന്നോട്ട് ഇപ്പൊ ഞാൻ ഈ മുട്ടകളെല്ലാം വിരിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ധാരാളം ഈച്ചകൾ പെട്ടിയിട്ടുണ്ടാവുമല്ലോ. ആ സമയത്ത് റാണിസൽ ഉണ്ടാക്കുമോ? സാധ്യത കുറവാണ്. പിന്നെ ചെറുതേനീച്ചയെ സംബന്ധിച്ച് വൻതേനീച്ചയെ പോലെയല്ല. വൻതേനീച്ചയിൽ ഒരു കാരണവശാലും ഡേർട്ട് പീരീഡ്, ക്ഷാമകാലത്ത് അതിനകത്ത് റാണിമുട്ട ഉണ്ടാവുകയേ ഇല്ല. എന്ത് സംഭവിച്ചാലും ചെറുതേനീച്ചൽ അങ്ങനെയല്ല. കർക്കിടക മാസത്തിലും ചിലപ്പോൾ റാണിസൽ ഉണ്ടാവും.
ഇപ്പൊ നമ്മളൊരു ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ ചില പെട്ടി തുറന്നു നോക്കിയാൽ കാണാം. ജൂലൈയിലും ഓഗസ്റ്റിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഈ ചെളി പറഞ്ഞതിലും ഉണ്ടോ. ജൂലൈ മാസത്തിൽ നല്ല മഴക്കാലാണ്, നല്ല കർക്കിടകത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ 2 ദിവസം തെളിഞ്ഞിട്ട് ഈ ചെളിയുന്നു സെറ്റ്. അപ്പൊ റാണിസെൽ അവിടെ ഉണ്ടാവും. അതിന്റെ കാരണം ഇതാണ്, വൻതേനീച്ചയുടേതുപോലെ ഉള്ള അത്രയ്ക്കേറെ ഫുഡിന്റെ ആവശ്യം ചെറുതേനീച്ചയ്ക്കില്ല. 4 ദിവസം തീറ്റയില്ലാതെ പോയ വൻതേനീച്ചയുടെ കാര്യം അതോറിയാവും. ചെറുതേനീച്ച സാറേ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നമ്മൾ ചെറുതായി പിരിച്ചു വെക്കുമ്പം റാണി സെല്ലില്ല, പുതിയ മുട്ട ഉണ്ട്. നമ്മൾ റാണി മുട്ടയിട്ട് മുട്ട ഇന്ന് മുട്ടയിട്ട് ഇന്ന് അടച്ചു വെച്ച മുട്ട നമുക്ക് കണ്ടാൽ അറിയാം, ഏറ്റവും പുതിയ കണ്ടാൽ അറിയാമല്ലോ. അങ്ങനത്തെ റാണി സെല്ലും ഇല്ലാതെ ഗെയിനി ഇല്ലാതെ ഇങ്ങനെ ഏറ്റവും പുതിയ വെച്ചാൽ മുട്ട വിരിഞ്ഞ് അതിൻ്റെ അകത്ത് പുഴുവായിട്ടില്ല, അങ്ങനത്തെ കോളനി പിരിച്ചു വെച്ചാൽ അതിന്റെ റാണി സെൽ ഉണ്ടാവുക വിജയിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടാവുകയില്ല സാർ, ഉണ്ടാവുന്ന ഞാനിരിക്കുന്നില്ല. വൻതേനീച്ചയിൽ അത് ഉണ്ടാവും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2 രീതിയാണ്. വൻതേനീച്ചയിൽ അത് പ്രോഗ്രസീവ് പ്രൊവിഷനിങ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മുട്ട തുറന്നായിരിക്കണം, മുട്ടയല്ല അറ തുറന്നായിരിക്കണം. അറ തുറന്നിരിക്കുന്നത് കൊണ്ട് അതിനകത്ത് മുട്ടയുണ്ട്, മുട്ട വിരിഞ്ഞ് പുഴുണ്ട്, പുഴു കഴിഞ്ഞ് സമാധിയിലാവുമ്പോൾ ഇത് അടയ്ക്കും. അതുവരെ തുറന്നായിരിക്കും. ഇവർ മുട്ടയിടുന്ന ആ 3 സെക്കൻഡ് അടയ്ക്കും. അപ്പൊ പിന്നെ ഒരു റാണി ഉണ്ടാവണമെങ്കിൽ അടച്ച അറ കടിച്ച് തുറന്ന് വലുതാക്കിയെങ്കിൽ റാണി ഇല്ലാന്ന് ഈച്ചക്ക് മനസ്സിലാക്കി കഴിഞ്ഞാല് ഇവർക്ക് തുറന്ന് അതിന്റെ റോജലി കൊടുത്ത് ബാക്കി ഉണ്ടാക്കാം. അതിനുള്ളൊരു ഇതൊരു സാധ്യതയുണ്ട്. അത്രേ. വിദേശ പഠനങ്ങളിൽ അങ്ങനെ അപൂർവമായി വിജയകരമായിട്ടുണ്ട്. അതുപോലെ സമീപത്ത് തന്നെ തൊട്ടടുത്ത് വേറൊരു സെല്ല് കെട്ടി, ലാറ്ററൽ സെല്ല് എന്ന് പറയും. ഒരു മുട്ടയ്ക്ക് അടുത്ത് വേറൊരു മുട്ട കെട്ടി, അതിനകത്ത് തീറ്റ നിറച്ചിട്ട്, അതിനകത്ത് മുട്ടയില്ല, വേറെ അറ കെട്ടി തീറ്റ നിറച്ചിട്ട് അതിനെ തമ്മിൽ ബന്ധിപ്പിച്ച് തീറ്റ കൊടുക്കുന്ന ഒരു സംവിധാനം ഈച്ചകളിൽ കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എത്ര ശതമാനം വിജയിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. റാണി മുട്ട കാണാതെ നമ്മൾ അല്ലെങ്കിൽ ഗൈനിയെ കാണാതെ വിഭജനം നടത്തിയാൽ അത് 100% വിജയിക്കുന്നു. ഒരു കാരണവശാലും ചെറുതേനെ ചിലപ്പോൾ ഉണ്ടായി വരും. അത് വിജയിക്കുന്നതിന്റെ കാരണം നമ്മൾ കണ്ടില്ലെന്നുള്ള പലരും എന്നോട് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നിക്ക് റാണി മുട്ട കാണും, ഇല്ലെങ്കിൽ പുറത്ത് എല്ലാരും പറയാറുണ്ട്, നിങ്ങൾ എന്നെ സാറേ ഞാൻ റാണിയും കണ്ടിട്ടില്ല, റാണി മുട്ടയും കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ 40 വർഷമായിട്ട് ഈച്ച വളർത്തുന്നത്, ഞാൻ എല്ലാ വർഷവും വിജയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം നിങ്ങൾ കണ്ടില്ലെന്നേ ഉള്ളൂ. സാർ, അവർക്ക് മിക്കവാറും റാണി മുട്ട കണ്ട അറിയത്തില്ലായിരിക്കും, ഗൈനിയെ കണ്ട അറിയത്തില്ലായിരിക്കും. അല്ലേ, അറിയത്തുമില്ല. ഒന്നില്ല, അവരത് ശ്രദ്ധിച്ചിട്ടുമില്ല. കണ്ടില്ലെങ്കിൽ പോലും അവര് വിജയിച്ചല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് ചെയ്യും. അവര് കണ്ടില്ലെങ്കിൽ അതിനകത്ത് ഉണ്ടത്, അതുകൊണ്ട് അത് വിജയിച്ചു. 90% കാണാൻ സാധ്യത. നിറച്ച് മുട്ടയുള്ള ഒരു പെട്ടിക്കാണ് നമ്മൾ കണ്ടില്ലെങ്കിലും കാണാൻ സാധ്യത. ഇതിനകത്ത് അടിയന്തരമായ റാണി ഉണ്ടാകാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ദൈവം അതിന് കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ്. എപ്പോഴും ഒരു റാണിമുട്ട അല്ലെങ്കിൽ ഒരു ഗൈനി അതിനകത്ത് റിസർവ് കാണും. മനസ്സിലായോ? അതിന് മറ്റതുപോലെ ഉണ്ടാക്കാൻ പറ്റിയല്ല. അപ്പം റാണി പെട്ടെന്ന് ആരെങ്കിലും പിടിച്ചു പോയി, അല്ലെങ്കിൽ അസുഖം വന്നെങ്കിൽ ചത്തുപോയി, അല്ലെങ്കിൽ തലകറങ്ങി പോയി ചത്തുപോയി, അതോടുകൂടി ആ 10,000 കണക്കിന് ഈച്ച നശിക്കാൻ പ്രകൃതി അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് റിസർവ് എപ്പോഴും അവിടെ സാധാരണ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഉറപ്പില്ല. നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ റാണിമുട്ട കണ്ടുപിടിക്കാം. അതുപോലെ സാറേ, ഈ തേൻ എടുക്കുന്നത് ഡിസംബറിൽ ചിലരെടുക്കുന്നത് നല്ലതാന്ന് പറയുന്നത്, ചിലർ മാർച്ചില്, ചില ഏപ്രിലില് എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ല സമയം തേൻ എടുക്കാൻ. അത് ഓരോരുത്തർക്കും ഓരോ സമയം. തേൻ എടുക്കാൻ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയം മാർച്ച് അവസാനം. കേരളത്തിന്റെ എല്ലാ ഭാഗമല്ല, ചിലപ്പോൾ ഹൈ റേഞ്ചിലാവണമെന്നില്ല. ഹൈ റേഞ്ചിലെ തേൻ സീസൺ വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ തേൻ എടുക്കേണ്ട സമയത്ത് നമ്മൾ ഇങ്ങനെ പറയാവൂ, ഒരു നാട്ടിൽ എപ്പോഴാണോ തേൻ സീസൺ തീരുന്നത്, ആ തീരുന്നതിന് 15 ദിവസം മുമ്പ് എടുക്കും. അവർക്ക് 10 ദിവസങ്ങൾ കൊടുക്കാം. അത്രേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ഇപ്പൊ നമ്മള് റബ്ബർ മറ്റു ചെടികളെ ആശ്രയിച്ചുള്ളതാണ് നമ്മുടെ ഹണി ഫ്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ സീസൺ. നമുക്ക് ഇവിടെ മഴക്കാലമായിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഹൈ റേഞ്ചിൽ മഴയില്ലെങ്കിൽ അവിടെ കരുണ പോകുന്നത്. അപ്പൊ ആ സമയത്ത് അവിടെ തേൻ കാണും. അപ്പൊ അതുകൊണ്ട് ഇന്നടത്ത് ഇന്ന സമയം നമുക്ക് പറയാൻ പറ്റിയല്ല. പക്ഷെ ഹണി ഫ്ലോ സീസണിന്റെ എൻഡ് എവിടെയാണ്? ഓരോ സ്ഥലത്തും ഒരു ഹണി ഫ്ലോ സീസൺ ഉണ്ട്. ആ ഹണി ഫ്ലോ സീസണിന്റെ എൻഡ് എവിടെയാണ്? അതിൽ 10 ദിവസം മുമ്പെങ്കിലും എടുക്കണം. ഈ ഹണി ഫ്ലോ സീസൺ തന്നെ ചില പ്രദേശങ്ങളിൽ 2 സീസണുണ്ട്. ചിലയിടത്ത് പൂക്കൾ മഴ കുറഞ്ഞിട്ട് പൂക്കൾ ഉണ്ടാവുന്ന 2 സമയങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്ത് തേൻ കിട്ടും. ഒരു പ്രത്യേക തരം ചെടി കർക്കിടകത്തിൽ പൂക്കുന്നു എന്ന് കരുത്. ഒരു പ്രത്യേക തരം ചെടി കർക്കിടകത്തിൽ കണ്ടവാനും പൂക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് തേൻ അവിടെ കിട്ടുമല്ലോ. ആ ദിവസം 10 ദിവസം തെളിഞ്ഞ് കിട്ടിയാൽ ആ 10 ദിവസത്തെ തേൻ ഈച്ചയ്ക്ക് എടുത്തുകൊണ്ടെന്ന് തേൻ